അപ്പോൾ എല്ലാവർക്കും ഇത് മുബാരക്. നമ്മൾ മൂന്നാൾ ഇന്നെത്തിയിട്ടുള്ളത് മസ്കറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈദ് കൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി തപ്പി പിടിക്കണമെന്ന് വെച്ചിട്ട് എൻ്റെ കെട്ടിയോനിതാ ഒന്നും പറയാണ്ട് തന്നെ മസ്കറ്റിലേക്ക് പോകാന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇതാ കയാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കീന്നുള്ളത് കേട്ടോ. കയാ കുറേ ദിവസമായി ചുമ ഇതുവരെ കുറയുന്നേയില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ റൂമിലുണ്ട്, ബാത്റൂമിലുണ്ട്. എന്തായാലും ഡോക്ടർ ഉള്ളത് 5 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഹോട്ടലിന് ചുറ്റുപാടൊന്നും നടന്നിട്ടല്ല വരാം. അടിപൊളി ഹോട്ടൽ കേട്ടോ, നമുക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ നമ്മൾ പോയത് ഇപ്പോൾ ചൂടുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെയില്ലേ നല്ലൊരു ചൂടുണ്ടായി. പക്ഷെ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ചുറ്റുപാടും നല്ല ഫ്ലവറും ഒരു ആംബിയൻസ് നല്ല അടിപൊളിയാണ്. ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുത്തെങ്കിലും നല്ല അടിപൊളി ഫ്രെയിം എന്ന് പറയൂലേ ആ ഒരു സംഭവം. അപ്പോൾ ഫുൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ആ പെരുന്നാൾക്ക് നല്ല അടിപൊളി ഫോട്ടോസെല്ലാം എടുക്കാം. പക്ഷെയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതും ഉച്ചയ്ക്ക് 12 മണിക്ക്. ആ സമയത്താണെങ്കിൽ ആ ലേറ്റും മഹാബോറായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് സമയം ഇതാ 2 ആൾ ഫുട്ബോളെല്ലാം കളിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നോ ഹാൻഡ്സ്. Yeah, just miss. ആദ്യമായിട്ടാകുമ്പോ അങ്ങനെ 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മസ്കറ്റിലുള്ള ബദറൽ സമ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് നട്ടിട്ടുള്ളത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഒമാനി സ്വീറ്റ്സ് വാങ്ങിക്കാൻ ചേച്ചിച്ചവിടെ പോയിട്ടുണ്ട് കേട്ടോ. എന്നുള്ളതൊന്നും അറിയില്ല. എൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടല്ലോ കുടിക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നു അവിടെ വിസിറ്റേഴ്സിന് ഈ മറ്റേ ഗാവ അത് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. എൻ്റെ ഈദല്ല അതായിരിക്കും. ഇവിടെ ഒരു കോർണിച്ച് സൈഡാണ് കേട്ടല്ലേ. ഈദ് മുബാരക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇതായിരുന്നു ഞാൻ നിസ്കരിച്ച പള്ളി. തോന്നിട്ട് അൽഹൈൽ എന്ന സ്ഥലത്തൊരു പള്ളിയാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. മസ്കറ്റ് എത്ര വർഷം നല്ലത് എനിക്കിത് മടുക്കൂല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചോട്ടമോണിക്ക് ഒമാനിയാണ് എടുത്തത്. കാരണം നമ്മളെ നാടായിട്ട് ഒരു കണക്റ്റഡ് ആണ് മസ്കറ്റ്. അങ്ങനെ ഞാനിത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. കയാൻ നല്ല ഉറക്കത്തിലുണ്ട്, അവിടെ ജീവിച്ചാണ്. പിന്നെ ഫുഡ് കഴിക്കാം. അപ്പം ഞാനിതാണ് കേട്ടോ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടുള്ളൂ. പെരുന്നാളിന് പരിപാടി അത്ര 10 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്ത് നേരെ ഇപ്പൊ ഒരു വാതിയിലേക്ക് പോകണം നിൽക്കുകയാണ് കേട്ടോ. അറിയില്ല അത്രയ്ക്ക് ചൂടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ. അയാളോട് ഞാൻ മര്യാദക്ക് ചോദിച്ചതാണ് ഇന്നലെ ഒരു ട്രക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കണോ വേണ്ടേന്നുള്ളത് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു പോകണ്ടാണ്. എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ ബേസ്മെന്റിൽ ഇപ്പോൾ റൂമിലേക്ക് പിന്നെയും പോകുന്നുണ്ട് അവൻ്റെ ട്രക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. വല്ലാത്ത ചക്കൻ. ദിസ് വൺ. അപ്പോൾ ഇതാണ് ട്രക്ക്. എൻ്റെ ട്രക്ക് എടുത്തേക്ക് നേരെ നമുക്ക് വാതിയിലേക്ക് പോവാം. അള്ളാഹ് ചൂടത്തിൽ ചാവും. ബാ. ഇതാണ് തന്നെ മൈലാഞ്ചി. സംഭവം എന്താ വെച്ചെങ്കിൽ ഞാൻ മറ്റേ സ്റ്റെൻസിൽസ് വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ടതാണുള്ള. പക്ഷെ നല്ല ചൂക്കുന്നു മൈലാഞ്ചി. പെരുന്ന ദിവസം തന്നെ നമ്മ ഇവിടെ പോകുന്നു. ഞാൻ 2015 ഇവിടെ വന്നിട്ടുള്ളത്. കാലത്ത് അതൊരു വാദിന്റെ അവിടെ ഇവിടുന്ന് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഒമാനിൽ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷെ എന്താ പറയുക ഒമാനിൽ കുറെ ദൂരമാണ്. 3 മണിക്കൂർ 2 മണിക്കൂർ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് 2 മണിക്കൂറൊക്കെ പോണം. പക്ഷെ നല്ല ഭയങ്കര സ്ഥലമാണ് ഒമാൻ. ചൂട് കൂടുതലാണ്. ഇവിടുന്ന് 1000 കിലോമീറ്റർ സ്ഥലമല്ല. കാണുന്ന ക്ലൗഡ് ബോട്ടിൽ റൈറ്റ് എടുത്താൽ നേരെ സ്ഥലം പോകാൻ പറ്റും. റൈറ്റ് ആണ് ഇങ്ങനെ. അങ്ങനെ 2.5 മണിക്കൂർ
ഡ്രൈവ് ചെയ്തിട്ട് നമ്മളിതാ ആ വാതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വാതിലേക്ക് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് തന്നെ ബഗി സർവീസ് കൊടുത്തിന് 30 ദിറംസാണ് ആയത്. പക്ഷെ അവിടെ പോയിട്ട് എന്ന് വെച്ചെങ്കിൽ മോശമില്ല, അത്ര ആ ഒരു രീതിയാണ് ഉണ്ടായത്. അതും കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ എന്താക്കി MRAയിൽ വന്നിട്ട് ഫുഡും കഴിച്ച് അങ്ങനെ ഒമാനി ടാക്സിയും സംഭവം ഇങ്ങനെ കണ്ടിരുന്നിട്ടായിട്ട് എന്താക്കി നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയാനും കൂടി കൊണ്ടുപോയിട്ടുണ്ടായി കേട്ടോ. ഫസ്റ്റ് ഡേ കയാനും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഈദിൻ്റെ സ്പെഷ്യലായിട്ട് പിള്ളമാർക്ക് കളിക്കാനും ഇതാക്കാനുള്ള കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു.